കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള ഗവർണറുടെ പുതിയ നോമിനേഷനിലും എതിർപ്പറിയിച്ച് SFIയും KSUവും സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് നൽകിയ ലിസ്റ്റ് പ്രകാരമാണ് ഗവർണറുടെ നോമിനേഷനെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ആരോപിച്ചു. സെനറ്റിലേക്കുള്ള ഗവർണറുടെ നിയമനം പുനഃപരിശോധിക്കണമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവരും പറഞ്ഞു. SFIയുടെ സമരത്തെ പേടിയില്ല എന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം. കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ വിദ്യാർത്ഥി പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്തത് ക്രമപ്രകാരമല്ല എന്നാണ് SFIയുടെയും KSUവിന്റെയും ആരോപണം. നേരത്തെ നടത്തിയ നോമിനേഷൻ ഹൈക്കോടതി ഇടപെട്ട് റദ്ദാക്കിയിരുന്നു. പുതിയ നോമിനേഷനിലും മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് SFI. കേരള സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലർ നടത്തിയിട്ടുള്ള നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ആ നോമിനേഷനുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നാണ് ചാൻസലർക്ക് ആ പേരുകൾ ലഭ്യമായത് എന്ന ചോദ്യം SFI ആ ഘട്ടത്തെയൊക്കെ ആവർത്തിച്ചുയർത്തിയതാണ്. RSSന്റെ ആസ്ഥാനത്ത് നിന്നും എഴുതി കൊടുക്കപ്പെട്ടവയാണ് ചാൻസലർ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത പേരുകൾ എന്ന SFIയുടെ വാദം ശരിവെക്കുന്നതായിരുന്നു അതിൻ്റെ തുടർച്ചയിൽ നമുക്ക് ലഭ്യമായ വിവരങ്ങളൊക്കെ തന്നെ. നിയമനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട KSU സർക്കാരും ഗവർണറും തമ്മിൽ രഹസ്യബന്ധമുണ്ടെന്നും ആരോപിച്ചു. യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ സർക്കാരുമായിട്ടുള്ള രഹസ്യധാരണയുടെ ഫലമായി കേരളത്തിലെ സർവകലാശാലകളിൽ സംഘപരിവാർ പ്രസ്ഥാനത്തിന് പരവതാനി വിരിച്ചു കൊടുക്കുന്ന ഒരു സമീപനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഗവർണർക്കെതിരെ ഇന്നലെ രാജ്ഭവന് മുന്നിൽ SFI പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. SFIയുടെ സമരത്തെ പേടിക്കില്ല എന്നായിരുന്നു ഇതിനോടുള്ള ഗവർണറുടെ പ്രതികരണം. I only feel concerned about it, and as far as the campus are concerned, we are giving a direction to all the vice chancellors to curb it with heavy hand. സെനറ്റിലേക്കുള്ള ഗവർണറുടെ നോമിനേഷനെതിരെ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനാണ് SFIയുടെ തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.